5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. രാമായണം വളരെ വ്യാപകമായി ലോകമാകെ അംഗീകരിച്ചു പോകുന്ന ആദികാവ്യം എന്നുള്ള നിലയിൽ കോടാനുകോടി ഹിന്ദുക്കൾ വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം കാണുന്നൊരു പുസ്തകമാണ്, മഹാകാവ്യമാണ്. ഒരുപക്ഷെ ലോകത്തിൽ എഴുതിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ 7000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി എഴുതിയ ഒരു മഹാകാവ്യമാണ്. പക്ഷെ അതൊരു പാട്ടാണ്, പൈങ്കിളി പുസ്തകമാണ്, അത് കഥയാണ്, അതിനകത്ത് അസത്യങ്ങളാണ്, ഭാര്യയെ ഉപേക്ഷിച്ച ഭർത്താവിൻ്റെ കഥയാണ്, പിന്നെ അങ്ങനെ ഒരുപാട് നുണയുടെയും കുണ്ടണിയുടെയൊക്കെ കഥയാണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പലരും അഭിപ്രായം പറയുന്നത്. ഈ അഭിപ്രായം പറയുന്ന പലരും ഇതിലൊന്നും വിശ്വസിക്കുന്നവരല്ല, ഹൈന്ദവ വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നില്ല, ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ കുറ്റം പറയുന്നത്. 7000 വർഷങ്ങൾക്ക് മുമ്പ് രത്നാകരൻ എന്ന പേരുള്ള ഒരു കാട്ടാളൻ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ചൊക്കെ ജീവിക്കുമ്പോൾ കുറെ മുനിമാരിൽ നിന്നും കൊള്ളയടിക്കാൻ ശ്രമിക്കും. മുനിമാർ ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ ഇതിന്റെ പാപം മറ്റാർക്കെങ്കിലും കൊടുക്കുമോ, അതോ നിങ്ങൾ മാത്രമാണ് അനുഭവിക്കാൻ പോകുന്നു ചോദിക്കുമ്പോൾ രത്നാകരനൊരു സംശയം തോന്നി, ഭാര്യയോടൊന്നും കൂടെ ഒന്ന് ചോദിച്ചു കളയാം. അങ്ങനെ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറയും, നിങ്ങൾ ചെയ്തതിന്റെ തെറ്റ് കർമ്മഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ട, എനിക്കിത് പറ്റുമോ, എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. അവിടെ നിന്നൊരു ഉൾവിളി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ആത്മബോധം ഉണ്ടായി. രത്നാകരൻ തപസ്സിരിക്കുന്നുവെന്നും പിന്നെ അദ്ദേഹത്തിന്റെ വർഷങ്ങൾ നീണ്ട തപസ്സിന്റെ ഫലമായി വാത്മീകം ചുതൽപുറ്റ് ശരീരത്തിൽ പിടിച്ചു വന്നും അത് പൊട്ടി പുറത്തു വന്നു എന്നൊക്കെയാണ് കഥകൾ. പിന്നെ അത് നാരദമുനി വരുന്നു, പിന്നെ പറഞ്ഞു കൊടുക്കുന്നു, എഴുതുന്നു, അങ്ങനെ പോകുന്നു. ഇത് പോകുമ്പോൾ പിന്നെ 7 കാണ്ഡങ്ങളിലായി. ബാലകാന്ഡം മുതൽ, അത് കുഞ്ഞ് രാമൻ ജനിക്കുന്ന കാലം മുതൽ, അയോധ്യാകാന്ഡം, കാട്ടിൽ പോകുന്ന ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഇങ്ങനെ 6 ഭാഗങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഉത്തരകാന്ഡം എന്ന് പറയുന്ന 7ാമത്തെ ഭാഗവും, കാണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു ഖണ്ഡം അല്ലെങ്കിൽ ഒരു ഭാഗം എന്നുള്ള അർത്ഥത്തിലാണ്, 7ാമതൊരു ഉത്തരകാണ്ഡവും ഉണ്ടായതായി പറയാം. അത് പിന്നെ എഴുതി ചേർത്താന്ന് പറയുന്നു. ലോകത്തിലാകെ 300ഓളം രാമായണങ്ങൾ ഉണ്ട്. കമ്പരാമായണം, മുസ്ലിം രാമായണം. എഴുത്തച്ഛനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കേരളത്തിലെ ആളുകൾക്ക് വാത്മീക രാമായണം കിളിപ്പാട്ടിന്റെ രൂപത്തിൽ പറഞ്ഞു തരുന്നത്. അത് മുതലാണ് കേരളത്തിൽ ഇതിന് വലിയ പ്രസക്തി കിട്ടുന്നത്. ഇപ്പോൾ മിക്കവാറും ഹൈന്ദവ കുടുംബങ്ങളിൽ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാറുണ്ട്. കർക്കിടക മാസം പഞ്ഞമാസമാണ്, പഴയ കാലത്ത് മഴയുടെ മാസമാണ്, രോഗങ്ങളുടെ മാസമാണ്. ഒരു വല്ലാത്ത പിന്നെ അത് കഴിഞ്ഞ ചിങ്ങം നല്ല വിശുദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയൊക്കെ ഒരു കാലമായി വരുന്ന പൂക്കാലം. വിളവെടുപ്പ് എന്ന് പറയുന്നത് മറ്റു വിളവെടുപ്പല്ല, ഒരു പൂക്കാലം വരുന്ന ചിങ്ങമാസത്തെ വരവേൽക്കാനൊക്കെ വേണ്ടിയിട്ട് വീടുകളിലൊക്കെ രാമായണം വായിക്കാറുണ്ട്. ആരൊക്കെ എന്തൊക്കെ എതിർത്താലും, കുഞ്ഞു പുസ്തകമാണെന്നോ പൈങ്കിളി പുസ്തകമാണെന്നോ പാട്ടുപുസ്തകമാണെന്നോ എന്തെല്ലാം പറഞ്ഞാലും കോടാനുകോടി ആളുകൾക്ക് ഇത് ആശ്വാസമാണ്. അവർ അത് ആദരപൂർവ്വം ബഹുമാനപൂർവ്വം കാണുന്നു. രാമൻ എന്ന കഥയും കഥാപാത്രവും മിത്താണെങ്കിൽ പോലും, മിത്താണെന്ന് തന്നെ വിചാരിക്കുക, എങ്കിലും അതിനെ വലിയ തോതിൽ ആളുകൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നു. രാമൻ എന്തിനാണ് സീതയെ കാട്ടിലേക്ക് അയച്ചത്? പലരും ചോദിക്കാറുണ്ട്, ഒരു പുരുഷൻ സ്ത്രീയെ എങ്ങനെ ഭാര്യയെ കാട്ടിലേക്ക് അയക്കുന്നത് ശരിയാണോ? രാമന്റെ ജന്മം എന്തിനാണ് വാൽമീകി രാമനെ പോലെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത്? എന്തിനാണ് സീതയെ സൃഷ്ടിക്കുന്നത്? ഭൂമിദേവിയായി, അമ്മയായി, ക്ഷമയുടെ നെല്ലിപ്പലകയായി, എല്ലാം അറിയാവുന്നുള്ള ഉയർന്ന ഒരു സ്ത്രീയായി എന്തിന് സീതാദേവിയെ അവതരിപ്പിച്ചു? ഭൂമിയുടെ പ്രതീകമായി. സീതാദേവിക്ക് അറിയാമല്ലോ തന്നെ കാട്ടിലേക്ക് വിടുമെന്നും. സന്തോഷത്തോടു കൂടി സീതാദേവി പോയി എന്നാണ് പറയുന്നത്. കാരണം രാമന്റെ ദൗത്യം എന്താണ് ഈ ഭൂമിയിൽ? സത്യത്തിലേക്കുള്ള യാത്രയാണല്ലോ രാമായണം എന്ന് പറയുന്നത്. രാമന്റെ അയനമാണ്, രാമന്റെ യാത്രയാണ്. രാമ എന്ന് പറഞ്ഞാൽ സത്യം എന്നുള്ള അർത്ഥത്തിലാണ്. ആമരം ഈമരം എന്ന് പറഞ്ഞാണ് രാമയിൽ എത്തിയതെന്നൊക്കെ പറയുന്നുണ്ട് രത്നാകരൻ വാൽമീകിയായി മാറുന്ന ഘട്ടത്തിൽ. രാ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ, രാമ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടെ ഉണ്ട്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വഴി. അപ്പൊ മനുഷ്യ മനസ്സിനെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നത് സത്യത്തിന്റെ പ്രതീകമായ, സത്യത്തിന്റെ സ്വത്വബോധമായ, സത്യത്തിന്റെ ഒരു ചിന്ത മനുഷ്യ മനസ്സിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാമായണത്തിലുടനീളം ശ്രമിക്കുന്നത്. മറ്റൊരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. സഹോദര സ്നേഹത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം രാവണനെ സൃഷ്ടിക്കുന്നതും ഒക്കെ 10 തലയുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 10 തല ഭൗതികമായി വച്ചിരിക്കുന്നു എന്നല്ല. അപ്പൊ കേവല ഭൗതിക അർത്ഥത്തിൽ കാണാതെ അതിന്റെ വാച്യാർത്ഥത്തിൽ
കാര്യങ്ങളെ കാണാതെ വ്യംഗ്യാർത്ഥത്തിലേക്ക് പോയി എന്താണ് രാമായണം എന്ന് മനസ്സിലാക്കുക, ഏത് മാനവരാശിക്ക് എങ്ങനെയാണിത് കൃത്യമായി ഗുണം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാമന്റെ കഥാപാത്രം അല്ലെങ്കിൽ രാമനെ അവതരിപ്പിക്കുന്നത് സത്യത്തിന് ഒരു മനുഷ്യജന്മം എടുക്കുന്ന ഒരാളിന് സത്യത്തിന്റെ മേഖലയിൽ ഏതുവരെ പോകാൻ പറ്റും. നമുക്ക് ഒരു ഗാന്ധിയുണ്ട്, ഭാര്യയ്ക്ക് വല്ലാതെ അസുഖം മൂർച്ഛിച്ചപ്പോഴും മകന് വല്ലാതെ അസുഖം കൂടിയപ്പോഴും ഒരു മരുന്നും ചെയ്യാതെ, അലോപ്പതിയിലൊന്നും വലിയ വിശ്വാസമില്ലാതിരുന്ന ഗാന്ധിജി ഒരു മരുന്നും ചെയ്തിട്ടില്ല. അത് ശരിയോ തെറ്റോ, പക്ഷേ അദ്ദേഹത്തിന് സത്യത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു. അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആട്ടിൻപാൽ മാത്രമാണ് കൊടുക്കുന്നത്. അസുഖം മാറി, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ എത്ര പേർക്ക് കഴിയും? താൻ വിശ്വസിക്കുന്ന പ്രമാണങ്ങൾക്കും താൻ വിശ്വസിക്കുന്ന ആശയങ്ങൾക്കും വേണ്ടി നിൽക്കാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണമാണ്. അങ്ങനെ കഴിഞ്ഞാൽ ഏതുവരെ പോകാൻ കഴിയുമെന്നുള്ളത് മാനവരാശിയെ ബോധ്യപ്പെടുത്താനാണ് രാമന്റെ അയനം, രാമന്റെ യാത്ര. സത്യത്തിലേക്കുള്ള യാത്രയാണ്, അല്ലാതെ കാട്ടിലേക്കുള്ള യാത്രയല്ല. സത്യവും നീതിയും ഒക്കെ എത്ര കണ്ട് മനുഷ്യ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയും? അല്ലെങ്കിൽ ഒരു കാറ്റിന്റെ തീരത്ത്, നദിയുടെ തീരത്ത് മുക്കുവർ അല്ലെങ്കിൽ അവിടെ കുളിക്കുന്നവർ പറയുന്ന ആക്ഷേപം കേട്ടിട്ട് ഭാര്യയെ കാട്ടിലേക്ക് ഉപേക്ഷിക്കുമോ? എത്ര മനോഹരമാണ് ഈ കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് രാമായണത്തിലൂടെ വാൽമീകി പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഓരോ കാണ്ഡത്തിലൂടെയുമുള്ള വാഗ്മയ ചിത്രങ്ങളിലൂടെ വരച്ചു കാട്ടാൻ ശ്രമിച്ചിരിക്കുന്നത് വളരെ കൃത്യമായി മനുഷ്യന്റെ ചിന്തകളെയും മനുഷ്യന്റെ ആർത്തികളെയും അത്യാർത്തികളെയും ആഗ്രഹത്തെയും ഭരണത്തോടുള്ള അധികാരത്തോടുള്ള ആർത്തിയെയും, സഹോദര ബന്ധത്തിൽ സഹോദരന്റെ രാമന്റെ പാതകങ്ങൾ അല്ലെങ്കിൽ ചെരുപ്പ് വച്ചിട്ട് ഭരണം നടത്തുന്ന ഭരതൻ, അത്ര വലിയ സങ്കല്പമാണ് അധികാരത്തെക്കുറിച്ചുള്ളത്, അധികാരമോഹത്തെക്കുറിച്ചുള്ളത്. അപ്പോൾ ഈ ഓരോ കഥാപാത്രങ്ങളെയും മന്ദര, ഓരോ കഥാപാത്രങ്ങൾ എടുത്തോളൂ, ഏത് കഥാപാത്രം എടുത്താലും ഏത് കാലഘട്ടത്തിനും അത് അനുയോജ്യവുമാണ്. അതുകൊണ്ടാണ് മാനവരാശി അത് വളരെ ഗൗരവമായി വായിക്കുകയും ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകുവാനുള്ള ചിന്തയിലേക്ക് വരികയും അത് ഹൃദയത്തോട് ചേർക്കുകയും ഭക്തിയാദരപൂർവം ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അതിനെ ഭക്തിയാദരപൂർവം കാണുകയും ചെയ്യുന്നത്. അങ്ങനെ കോടാനുകോടി ആളുകൾ ഭക്തിയാദരപൂർവം ബഹുമാനത്തോടെ ആദരവോടെ സന്തോഷത്തോടെ കാണുന്ന ഒരു വ്യവസ്ഥയെ അല്ലെങ്കിൽ ഒരു സ്ഥിതിയെ അല്ലെങ്കിൽ ഒരു കാരണത്തെ അല്ലെങ്കിൽ ഒരു പുസ്തകം എന്ന് തന്നെ പറയാം, പുസ്തകത്തെ വേദഗ്രന്ഥം പോലെ കാണുന്ന ഒരു പുസ്തകത്തെ ആക്ഷേപിച്ച് അതിനകത്ത് പറയുന്ന കഥാപാത്രങ്ങളെ ആക്ഷേപിച്ച് രതിസുഖം കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തിനാണ് അതിലേക്ക് പോകുന്നത്? അത് ആവശ്യക്കാരെടുക്കട്ടെ, അല്ലാത്തവർ എടുക്കാതിരിക്കട്ടെ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സാഹിത്യ സൃഷ്ടികൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ആവശ്യക്കാർ അത് വായിക്കട്ടെ, അവർക്ക് സന്തോഷം നൽകട്ടെ, അല്ലാത്തവർ അത് എടുക്കണ്ട. അതിനു പകരം അതിനെ കൃത്യമായി മോശം വാക്കുകളുടെ ആക്ഷേപിക്കുന്ന കുഞ്ഞു പുസ്തകമാണ്, അത് പൈങ്കിളിപ്പാട്ടാണ്, അത് കേവലം ഒരു പാട്ടാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുടെ ലക്ഷ്യം സതുദ്ദേശപരമല്ല, ആരെയും രക്ഷിക്കാനുമല്ല, ആരോടുമുള്ള നന്മയുടെ ഭാഗവുമല്ല.